ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ എഗ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചെയ്യുന്നത് മസാല ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. 12 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. 4 വെളുത്തുള്ളി, ഇത് വലിയ വെളുത്തുള്ളിയാണ്. ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 5 പച്ചമുളക് ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇത് തണുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ആദ്യം വഴറ്റുന്നത് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതാണ്. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമണം മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇത് 3-4 മിനിറ്റ് വഴറ്റി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സബോള ചെറിയ കനം കുറച്ച് അരിഞ്ഞതാണ്. ഇത് 2 വലിയ സബോളയാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. സബോള ചേർത്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കണം. ഇതൊരു 10 മിനിറ്റോളം ഞാൻ വഴറ്റി. ഇനിയും ചേർക്കുന്നത് 2 വലിയ ടൊമാറ്റോയാണ്. ഇത് ഫ്രോസൺ ടൊമാറ്റോയാണ്. ഇത് ടൊമാറ്റോയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ടൊമാറ്റോയുടെ വെള്ളം വറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഏത് കറിക്കാണെന്ന് വരികയിലും അതിൻ്റെ മസാല നന്നായിട്ട് മൂപ്പിച്ചെടുത്താലേ കറിക്ക് ടേസ്റ്റ് കാണത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും ഒരു പച്ചച്ചൊവയായിരിക്കും. ഇതിൽ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുകയാണ്. ഞാനിതിലൊരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം ഞാൻ ചേർത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുള്ള പച്ചമുളകാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ ഗരം മസാലപ്പൊടിയിൽ ഞാൻ സാജീരകം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ബിരിയാണി മസാലപ്പൊടി പോലെ ടേസ്റ്റ് ഉണ്ട് ഇതിന്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ പൗഡറെല്ലാം ചേർത്ത് നന്നായിട്ട് അരപ്പ് മൂപ്പിച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് ഞാൻ സ്വല്പം മല്ലിയില ചേർക്കുകയാണ്. ഇതൊരു 1/2 കപ്പ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. സ്വല്പം മിൻറ്റും കൂടി ചേർക്കുന്നുണ്ട്. മിൻറ്റ് ഞാൻ ഉണങ്ങി എടുത്തതാണിത്. മസാലയിൽ വെള്ളം കുറവായതുകൊണ്ട് 1 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ മസാല നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. അപ്പോൾ ഇതിൽ ഉപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഞാൻ നോക്കിയിട്ട് ഇതിന് സ്വല്പം ഉപ്പ് കുറവാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് മുട്ട ചേർക്കുകയാണ്. പത്ത് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റൗ ഞാൻ ഓഫാക്കുകയാണ്. മുട്ട ചേർത്തതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ട് ഇതിൽ ഇളക്കി പിടിപ്പിക്കണം. ഇനിയും ചോറ് വെക്കുകയാണ്. ഈ ഡച്ചിയിൽ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇടുന്നത്. ഇതിൽ 2 ചെറിയ സിനമൺ, 1 സ്റ്റാർ അനീസ്, 5 ഏലക്ക, 5 ഗ്രാമ്പു. ഈ നെയ്യിൽ സ്പൈസസ് മൂക്കുന്നതിൻ്റെ നല്ല മണം. ഞാൻ ഇതിലേക്ക് ചോറ് വെക്കാനുള്ള വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 4 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ വെള്ളം ഇനി തിളച്ചു കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് അരി ഇടുന്നത്. ഈ വെള്ളത്തിൽ ഒരു 1/2 ടീസ്പൂൺ സാജീരകവും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഉണ്ടെന്ന് വരികയിൽ മാത്രം ചേർത്താൽ മതി. ഇതിവിടെ ഉണ്ടെന്ന് വരികയിൽ ചോറിന് നല്ല ഫ്ലേവർ ആയിരിക്കും. ചോറിനുള്ള വെള്ളം തിളയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് അരി ചേർക്കുകയാണ്. കഴുകി 1 മണിക്കൂർ കുതിർത്ത ബാസ്മതി റൈസാണ്. അരി ചേർത്തതിന് ശേഷം ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. അരി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇത് മൂടി വെച്ച് സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കി ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതി. ചോറിൽ വെള്ളം പറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങളിതുപോലെ ചോറ് വെക്കുകയാണെന്ന് വരികയിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഈ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാം. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ആക്കുകയാണ്. ഈ ചോറിൽ ഒട്ടും വെള്ളമേവില്ലാതെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ചോറ് ബേക്ക് ചെയ്തെടുക്കണം. അതിന് ഞാനിത് ഈ കാസറോൾ ഡിഷിലേക്ക് ലെയർ ചെയ്ത് എടുക്കുകയാണ്. ആദ്യം ഇടുന്നത് 1 ലെയർ ചോറാണ്.
ഈ ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ടാണ് ഇത് വെന്ത് വന്നിരിക്കുന്നത്. ഇനി ചോറിലേക്ക് ഒരു സ്വല്പം ഗീ ആണ് ചേർക്കുന്നത്. ചോറിന് സ്വല്പം കളർ കിട്ടാൻ വേണ്ടി ഞാൻ സാഫ്രോൺ ആണ് എടുത്തിരിക്കുന്നത്. സാഫ്രോൺ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. സ്വല്പം ഗരം മസാല പൗഡർ സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. ഞാൻ ഇതിൻ്റെ മുകളിൽ മുട്ടയാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ഉള്ളി വറുത്തത്. ഈ ഉള്ളിയും കാഷ്യൂനട്ടും ഒക്കെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചതാണ്. ഇനിയും റൈസിൻസ് വറുത്തെടുത്തത്, സ്വല്പം മല്ലിയില, ഇതുപോലെ തന്നെ ഒരു ലെയറും കൂടെ ഇടുകയാണ്. ആദ്യത്തെ ലെയർ ചോറിലിട്ട എല്ലാ ഐറ്റംസും മുകളിലും ഇടണം. ഇത് ഞാൻ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഓവനിൽ വെക്കുന്നില്ലെന്ന് വരിയിൽ ദം ചെയ്ത് എടുത്താലും മതി. മിനിറ്റ് ഇത് ഓവനിൽ വെച്ചതാണ്. ഇനിയും എഗ് ബിരിയാണി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഞാൻ ചെയ്യുന്ന ഈ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വരികിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.